ദേശീയ ശാസ്ത്ര ദിനത്തിൽ സ്കൂൾ കുട്ടികളോട് വിവരക്കേട് പറഞ്ഞ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരെന്ന ചോദ്യത്തിന് ഹനുമാൻ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. ഹിമാചൽ പ്രദേശിലെ ഉന്നയിലെ സ്കൂളിൽ നടന്ന ചടങ്ങിനിടെയാണ് കേന്ദ്രമന്ത്രി ഈ പരാമർശം നടത്തിയത്. क्योंकि हम अभी भी अपने आप को अभी तक ही देख रहे हैं. हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीमित होकर रह जाएंगे. ബസന്തുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബസന്ത്, എന്ത് പരിപാടിക്കിടെയാണ് ഇങ്ങനെയൊരു പരാമർശം? മറ്റു പ്രതികരണങ്ങൾ, ഇതിനോടുള്ള പ്രതികരണങ്ങൾ വന്നില്ലേ? ദിവിഷ്, ദേശീയ ശാസ്ത്ര ദിനത്തിൽ ഹിമാചൽ പ്രദേശിലെ ഉനയിൽ ജവഹർ നവോദയ വിദ്യാലയത്തിലെ കുട്ടികളോട് സംസാരിക്കുകയാണ് മന്ത്രി ഈ വിവരക്കേട് പറഞ്ഞത്. മന്ത്രിയുടെ തന്നെയായിരുന്നു ചോദ്യം. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്ന് കുട്ടികളോട് ചോദിച്ചു. ഇത് കുട്ടികളും പറഞ്ഞത് തെറ്റായ ഉത്തരമാണ്. നീൽ ആംസ്ട്രോങ് എന്നുള്ളതായിരുന്നു കുട്ടികളുടെ മറുപടി. അത് തിരുത്തുന്നതിന് പകരമാണ് ഹനുമാനാണ് ആദ്യത്തെ ഗഗനാചാരി എന്നുള്ള തരത്തിലുള്ള മന്ത്രിയുടെ വിവരക്കെട്ട മറുപടി വന്നത്. ആദ്യത്തെ ഗഗനാചാരി അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള യൂറി ഗഗാറിനായിരുന്നു. ആ തിരുത്ത് അദ്ദേഹം നടത്തിയതുമില്ല. ഒരു ശാസ്ത്ര ദിനത്തിൽ പുരാണത്തെ ചരിത്രമാക്കി അവതരിപ്പിക്കുന്ന BJP സംഘപരിവാർ അജണ്ടയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്. രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. ഒന്ന്, മന്ത്രിയുടെ ഒരു വിവരക്കേട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുട്ടികളുടെ ഈ പറയുന്ന ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രതീകം കൂടിയാണ് ഇപ്പോൾ ഈ ഹിമാചൽ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതായത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ്. യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നു, അല്ലെങ്കിൽ രണ്ട് തെറ്റുകൾ അല്ലെങ്കിൽ പിഴവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മന്ത്രിയുടെ മറുപടി ഹനുമാനാണ് എന്ന് ഞാൻ കരുതുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിദേശത്താണ് പഠിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്കിപ്പോൾ പറയേണ്ടി വരും.